എന്താടാ ഒരു മോതിരം തന്നില്ലേ? അത് മാന്ത്രിക മോതിരം ഉണ്ടെടാ. മാന്ത്രിക മോതിരം? ആ മോതിരത്തിൽ 3 പ്രാവശ്യം കിട്ടി. നമ്മുടെ എന്താ ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചിരുന്നു. എടാ ഞാനേ ഞാൻ തപ്പട്ടെ, അത് ഇവിടെ ഞാൻ നിന്നെ വിളിക്കാം. എടി, ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടല അത് നിന്റെ കെട്ടിയോ വാസു അഴുക്കോലിട്ട് കുത്തി നിർത്താൻ നോക്കിയാ പോലും പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. മുണ്ടെടുത്ത് വന്ന് മുണ്ടിന്റെ അടിയിൽ മോതിരം വെച്ചു. കുഞ്ഞിത്തെ പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ ഈ വാസു ഈ ദിവാകരനുള്ളതാണ്. അല്ല, ഈ ശാന്ത ഈ ദിവാകരനുള്ളത്. ഇനി വന്നേ, ഒരു മുത്തണ്ട. കണ്ടുപിടിച്ചേ. അയ്യോ, മുത്തശ്ശ, ഇവിടെ കണ്ട കഴിഞ്ഞ് ആരോട് പറയരുത്. ആ ശാസ്ത്രത്തിൽ പഞ്ചസാര പിടിക്കാൻ പറഞ്ഞാണ്. അപ്പൊ ഞാനിങ്ങനെ വീട്ടിലെ വിഷയത്തെ കുറിച്ച് വെച്ചാൽ നിന്നതാ, വേറൊന്നുമില്ല. ശാന്തേ, അതല്ല മുത്തശ്ശി, ഇത് കേട്ടാ, വേറെ മാന്ത്രിക മോതിരം. ഇനി ഒരു പൊളിയാൻ പൊളിക്കും. അമ്മേ എന്താടാ നോക്ക്, ഇത് കേട്ടാ, ഇതാണ് മാന്ത്രിക മോതിരം. സമരക്ഷപ്പെട്ട് ആ നാളെ തുടങ്ങിയ ഈ മോതിരം ജോലിക്ക് പോകുമല്ല, അപ്പൊ നമുക്ക് ജീവിക്കാമല്ല. അവന്റെ ഒരു മോതിരം. അമ്മ ഇത് വെറും മോതിരമല്ല. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് ഈ മോതിരത്തുമ്പോ 3 പ്രാവശ്യം തടവിൽ പറഞ്ഞാണ്ടല്ല അത് സാധിക്കും. ആണാ? അന്ന് എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. മാന്ത്രിക മോതിരം നിങ്ങ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട്. ആദ്യം എനിക്ക് വേണം. എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാറുണ്ട്. അതെങ്ങനെ ശരിയാവും? ഞാനല്ലേ ആദ്യം പറഞ്ഞു അത് എനിക്ക് വേണം. പിന്നെ എനിക്കും വേണം. ഞാനല്ലേ ആദ്യം പറഞ്ഞത്. നിർത്ത്. അതെ, ടോസ് ഇട്ട് തീരുമാനിക്കാം. ആദ്യം ടോസിൽ വിടുന്ന ആള് ആദ്യം ആഗ്രഹം സാധിക്കാം. അത് കഴിഞ്ഞിട്ട് മറ്റേ കൊടുത്താൽ മതി. മാന്ത്രിക മോതിരമല്ലേ? ആർക്കൊക്കെ ഏതൊക്കെ വേണം? എനിക്ക് ഹെഡ്. നമുക്ക് ഡെയിലി ഹെഡ്. മോതിരം ഒറ്റ ആഗ്രഹം അത് കേട്ടി തിരിച്ചു തന്നേക്കണം. കേട്ടല്ലേ? 3 പ്രാവശ്യം തടവിട്ട് ആഗ്രഹം പറഞ്ഞു. അയ്യോ, എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അവിടെ കുറച്ച് പുറത്തേക്ക് മാറി എന്ന് പറയണം. മിക്കവാറും നീ പുറത്തോട്ട് തന്നെ പോകും. ഞാൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അതൊക്കെ 100 ശരിയാണ്. എന്നാ അത്യാവശ്യ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കേയില്ല. എന്ത് ദൈവമേ, 1 2 3 പ്രാവശ്യം തടഞ്ഞു. എൻ്റെ അമ്മായിയമ്മയുടെ ചെവി അടിച്ചു പോണു. കള്ളൻ ഇവിടെ ഒന്നും കാണില്ലല്ലോ. അതേ നിൽക്കാം. ടെസ്റ്റ് ചെയ്തോ? ശരിയാക്കി കേട്ടില്ലേ? പോയാ ഒന്നും കൂടി നോക്കട്ടെ. ഓ, നീ എന്താടി കാണിക്കണത്? കൊതുക്. നീ മൂക്കാക്കി പറയാണ്ട് സ്പീക്കർ ഓണാക്കി പറയടി. അപ്പൊ ശരിക്കും പോയല്ലേ? കൊതുക് എവിടെ കേക്കാൻ. അപ്പൊ ശരി, ബൈ ബൈ. പറഞ്ഞു പോഴ. ആമേ, അവളെ കണ്ട മോതിരം നമുക്ക് തന്നാ. നീ എന്താടി പറയണത്? കേക്കണില്ല, ഒച്ചനെ പറ. ഇതിൽ കൂടുതൽ എന്തോ തന്നെ പറയാനാണ്? ചെവിയും പോയാ? ഹലോ, കേക്കണ്ട? ഹലോ, ഇവന്റെ സ്പീക്കറും പോയാ? എന്റെ നമ്മുടെ മൈക്കാണ് പോയത്. അമ്മയുടെ ചെവി പോയി. നേരാണല്ല, എന്റെ ചെവിയെ കണ്ടല്ല. എനിക്ക് കാര്യം മനസ്സിലായി. നീ എന്നിട്ടേ അവിടെ നിന്ന് മോതിരം കട മേടിച്ചുണ്ടാ. അപ്പൊ അവളുടെ അപ്പൊ അവക്കടെ ആഗ്രഹം സാധിക്കണ്ടേ? എടാ, അവക്കടെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. നീ ആ മോതിരം കട മേടിച്ചുണ്ടാ. ഇത് കഴിഞ്ഞിട്ട് എന്റെ എടാ, മോതിരത്തിന്റെ കാര്യം ഞാൻ അറിഞ്ഞു. എനിക്ക് 1 2 ആഗ്രഹങ്ങളുണ്ട്. അയ്യടാ, കുഴിയിലോട്ട് കാലിട്ടിരിക്കുമ്പോ ഇനി ആഗ്രഹം പോന്ന് ആഗ്രഹം നീ എനിക്ക് തരില്ലല്ലേ? എനിക്കറിയാടാ അതെങ്ങനെ എടുക്കണമെന്ന്. വേണ്ടി നീ വിളിക്കായിരുന്ന എഴുതിന്റെ ആഗ്രഹം കഴിഞ്ഞാ ഞാൻ മോതിരിങ്ങ വന്നേ. എന്റെ മെയിൻ ആഗ്രഹം കഴിഞ്ഞു. സാധിച്ചു. ആദ്യം ഞാൻ എന്റെ ചെവി ഒന്ന് ശരിയാക്കട്ടെ. എന്റെ ചെവി ഒന്ന് ശരിയാകണേ. ചെവി ശരിയായല്ല. എന്റെ ചെവി കളഞ്ഞ അവക്കടെ കണ്ണു പോട്ടെ. നമ്മുടെ ചെവി ആരാണ് കളഞ്ഞത്? അതാരാണെന്ന് ഇപ്പൊ അറിയാം. ജസ്റ്റ് വെയിറ്റ്. അമ്മൂന്റെ അടുത്തല്ലേ കേൾക്കണത്? പോയി കൺഫോമഡി. ചെടിക്ക് വെള്ളം നനച്ചോണ്ടിരിക്കുന്നു. അത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ണ് കാണാൻ പറ്റുന്നില്ലെന്ന്. കണ്ണു പോയാ? നീ എന്റെ ചെവി കളഞ്ഞതല്ലേ? നിന്റെ കണ്ണു പോയി നന്നായുള്ളൂ. അങ്ങനല്ലേ വേണം, നിനക്ക് അങ്ങനല്ലേ വേണം. കണ്ണു തിരിച്ചോ? നിങ്ങൾക്ക് പരസ്പരം പാൽ കൊടുക്കാൻ വേണ്ടി ഞാൻ മോതിരം തന്നു. ഇങ്ങനെ ഇനി ആർക്കുമില്ല. എന്റെ കണ്ണ് എന്നാ പിടി, എന്നാ ശരിയാക്ക്. 1 2 3 എന്റെ കണ്ണൊന്നും ശരിയാവണേ.
ഇങ്ങനെ മോതിരിക്കൊന്നേ ഇത് രണ്ടിനും ഇല്ല. അയ്യോ പോകല്ലേ, ആ എനിക്ക് 2-3 ആഗ്രഹം കൊണ്ട് സാധിക്കാനുണ്ട്. ഇന്നേ ഏതല്ലോട്ടാ എന്നാ എനിക്ക് 2 ആഗ്രഹങ്ങളുണ്ട്. അമ്മടെ കഴിയുമ്പോ തരാ. ഇത് കേട്ടോ അങ്ങോട്ട് കൊടുത്തേക്കട്ടെ. മോതിരമേ, അപ്പുറത്തെ സാറുകളുടെ കാറ് കത്തി പോണേ. അവക്കേ ഭയങ്കര ജാടി. അയ്യോ ചേട്ടാ ഓടി വരണേ, നമ്മുടെ കാറിന് തീ പിടിച്ചേ. അയ്യോ അയ്യോ ആരെങ്കിലും ഓടി വരണേ, ഞങ്ങളുടെ കാറിന് തീ പിടിച്ചേ. സമ്മതിക്കണം. ഇനി വല്ലതുണ്ട് തോലത്താ ഒരെണ്ണം കൂടി. ആ എന്നാ പോയി പറഞ്ഞിട്ടോ. മോതിരമേ, എന്റെ കൂടെ പഠിച്ച ഐശ്വര്യം ഭർത്താവും ഭയങ്കര സ്നേഹത്തിലാണ്. അവരെത്രയും വേഗം ഡിവോഴ്സ് ആക്കിയിട്ടുണ്ട്. തൽക്കാലം എന്റെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ആഗ്രഹങ്ങൾ ഒരു ഐഫോൺ അല്ല ഇപ്പൊ വേണ്ട. കുളി കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് ചോദിക്കാം. അവനെനിക്ക് മോതിരം തരില്ലേ, ഇനിയാണ് പൊളിയാൻ പൊളിക്കാൻ. ആടാ മോതിരം കിട്ടിയട്ടാ. സംഭവം കൊള്ളാ, കിടുക്ക സാരം. അമ്മേ അമ്മു രണ്ടുപേരും വന്നേ. എന്താണ് വിളിച്ചു കൂകണത്? എന്താണ് വിളിച്ചാ? ഞാനൊരു കാര്യം പറയാ, നിങ്ങൾ രണ്ടുപേരും പേടിക്കരുത്. ഈ മോതിരം തടവിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹം പറഞ്ഞ ആരാണ്? അവർക്ക് 24 മണിക്കൂറിൽ പ്രാന്താവുന്നാണ് പറഞ്ഞത്. അയ്യോ, അടുക്കളയിൽ വല്ല പണി നോക്കിയിരുന്ന ഞാനാണ്. അവന്റെ ഒരു മോതിരം. എനിക്ക് പ്രാന്തായിപ്പോ. ഞാനൊന്നും അങ്ങനെ ഏറ്റവും കൂടുതൽ ആഗ്രഹം സാധിച്ചേക്കണം. പങ്കജാശം കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ മോദമോടും ദ്വാരകയിൽ വാറ്റി. ശാന്തന കെട്ടിയോ പണി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഐശ്വര്യമായിട്ടൊരു ഫോട്ടോ 2 ദിവസം കഴിഞ്ഞിട്ട് മതി. അച്ഛനെന്ത് പറ്റി? ആ ശകുന്തളെ കാലിലെ ദർഭമുള്ള എടുത്തായിരുന്നു. എടുത്ത് ആശുപത്രി പോയി എടുത്ത്. ആ ഹംസ ഇന്ദിലയുടെ ഞങ്ങളെയല്ലേ? ഹംസന അർജുനൻ വരുമ്പോ ഈ രത്നമോതിരം കൊടുത്തേക്കണം. അർജുനൻ രഥത്തിൽ നിന്ന് വീണതാണ്. എന്നാ എനിക്ക് പോയിട്ട് ഇത്തിരി ധൃതിയുണ്ട്. രാവണന്റെ പുഷ്പവിമാനത്തിന്റെ ഉദ്ഘാടനമാണ്. ഞാൻ ചെല്ലാട്ടോടെ നടക്കൂല. പോട്ടെ മോളെ, പോട്ടെ. പങ്കജാശം കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ മോദമോദം ദ്വാരകയിൽ വസിക്കും കാലം ഞാൻ മോദമോദം